إن الحمد لله نعمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മെ പടച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സ്വീകരിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. റബ്ബ് അവനിഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുവാനും സ്വർഗത്തിൻ്റെ അഹലുകാരായി മരിക്കാനും നമ്മെ തുണയ്ക്കുമാറാവട്ടെ. 400-ലധികം ജീവൻ കവരുകയും 4000-ലധികം ജീവിതങ്ങൾ പ്രതിസന്ധിയിലാക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യന്റെ ശവശരീരങ്ങൾ തിരിച്ചറിയാൻ പോലും ചെയ്യാതെ മറമാടക്കപ്പെട്ട ജീവനും ചോരയും നീരുമുള്ള മനുഷ്യൻ ചില അവയവങ്ങൾ മാത്രമായി ചില കോഡ് നമ്പറുകളിട്ട് പോലും മറമാടേണ്ടി വന്ന വയനാടിൻ്റെ കണ്ണുനീർ ഇനിയും തോർന്നിട്ടില്ല. നമ്മളൊക്കെ അതിൻ്റെ പ്രയാസത്തിൽ തന്നെയാണ്. വയനാടും വിലങ്ങാടും വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. നാനാജാതി മനുഷ്യരും മതവിശ്വാസികളും സന്നദ്ധ പ്രവർത്തനങ്ങളുമായി അവിടെയുണ്ടായിരുന്നു. എല്ലാം ഇപ്പോഴുമുണ്ട്. പള്ളിയിൽ ആകമാന പിരിവ് നടന്നു. കുർബാനകളിൽ ദുരിതാശ്വാസത്തിനായി ആഹ്വാനം നടന്നു. ആരാധനാലയങ്ങൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി. പോസ്റ്റ്മോർട്ടത്തിനുള്ള സൗകര്യം പോലും ആരാധനാലയങ്ങളിൽ ഒരുക്കപ്പെട്ടു. എന്നാൽ ഇങ്ങനെ മനുഷ്യത്വം മാത്രം മുന്നിൽ വെച്ച് മനുഷ്യരകലം പ്രവർത്തിക്കുമ്പോഴും ചില മതവിരോധികൾ ഇതിലൊന്നും ഫലവത്തായ ഒരു ഇടപെടലും നടത്താതെ സോഷ്യൽ മീഡിയയിൽ ദൈവത്തെ പരിഹസിച്ചുകൊണ്ടും ദൈവനിഷേധം വിളമ്പിക്കൊണ്ടും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ദുരന്തത്തിൽ നിന്നാരെയും രക്ഷിച്ചില്ലെങ്കിലും പോവട്ടെ, ദൈവവിശ്വാസത്തിൽ നിന്നൊരാളെ പുറത്തെത്തിച്ചാൽ മതി എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. ഇങ്ങനെയുള്ള ഇടപെടലുകളെ വിശ്വാസികളായ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ജീവിതം കൊണ്ട് എല്ലാം നശിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദുരന്തവും ഇനി ജീവിതത്തിൻ്റെയും വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ പറ്റാത്ത സമസ്യകളാണ്. എന്നാൽ യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണെന്നും
അവിടെയാണ് രക്ഷാശിക്ഷകളുടെ സമ്പൂർണ്ണ സങ്കേതമെന്നും മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില പ്രയാസങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുമെന്ന് അവൻ ആശ്വസിക്കാൻ സാധിക്കും. നമ്മുടെ ഏതേത് ബുദ്ധിമുട്ടുകൾക്കും പകരമായി നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ക്ഷമയോടെ അതിനെ സമീപിച്ചാൽ വേറെ എളുപ്പ വഴികളുണ്ടാവുമെന്ന് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദുരന്തങ്ങൾ പോലും ഒരു വേള നാളെ നമ്മുടെ നന്മയ്ക്കായി സംവിധാനിച്ച രക്ഷിതാവിൻ്റെ ചില നിശ്ചയങ്ങളാവാം. ഫലപ്രസിദ്ധമായ ഒരു ഹദീസ് നിങ്ങളൊക്കെ കേട്ടിരിക്കാവുന്നതാണ്. അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ സത്യവിശ്വാസിയുടെ കാര്യം എന്ത് അത്ഭുതമാണ്. അവനൊരു മുസീബത്ത് ബാധിച്ചാൽ അവൻ ക്ഷമിക്കുന്നു, അവനത് ഗുണകരമായി തീരുന്നു. ഒരു നന്മ അവന് ഭവിച്ചാൽ അവൻ ശുക്ർ ചെയ്യുന്നു, അതും അവന് വലിയ പ്രതിഫലാർഹമായി തീരുന്നു. ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, നമുക്ക് ബാധിക്കുന്ന ഹൈറും ഷർറും അള്ളാഹുവിന്റെ പക്കൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന ചില പ്രയാസങ്ങൾ നമ്മളെ ശുദ്ധീകരിക്കാനും നമ്മളെ സംസ്കരിച്ച് സ്ഫുടം ചെയ്ത് എടുക്കാനുമുള്ളതാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമില്ല. തനിക്ക് സംഭവിച്ച പ്രിയപ്പെട്ടവരുടെ നഷ്ടം പോലും നമ്മളെക്കാൾ ഇഷ്ടമുള്ള ഒരു ദൈവത്തിന്റെ അടുക്കലേക്കാണ് നമ്മളെ പ്രിയപ്പെട്ടവർ പോയത് എന്ന് ആശ്വസിക്കുമ്പോഴുള്ള അതിനുള്ളൊരു തൗഫീക്ക് വിശ്വാസിക്ക് മാത്രം ബാധകമായതാണ്. അങ്ങനെയാണ് പ്രയാസങ്ങൾ. ഒരു ലോഹം തീയിലിട്ട് ഉരുക്കുന്നത്, അതിന്റെ കറ കളയുന്നത്, അത് മനോഹരമായ പണിത്തരമാവാനോ അല്ലെങ്കിൽ പണിക്ക് മനോഹരമായ ആഭരണമാവാനോ അല്ലെങ്കിൽ പണിക്ക് ഉപയോഗിക്കുന്ന ആയുധമാവാനോ വേണ്ടിയാണ്. ഉരുക്കിടുന്ന് മിഴിനീരിലിട്ട് മുക്കുന്ന് വീണ്ടും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തേതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ എന്നാണ് കവി പാടിയിട്ടുള്ളത്. നമ്മൾ മിഴിനീരിലിട്ട് കണ്ണുനീരിലിട്ട് ഉരുക്കുന്നത്, അങ്ങനെ കറ കളയുന്നത് മനോഹരമായുള്ള ഒരു ആഭരണമാക്കി മാറ്റാനാണ് എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ വിശ്വാസിയും സ്വർഗം വരാനുണ്ട്, എൻ്റെ ഈ പ്രയാസങ്ങൾക്കൊരു പരിഹാരം ലഭിക്കാനുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വേസ്റ്റുകൾ എന്തായാലും കത്തിച്ചു കളയുന്നവരാണ് നമ്മൾ, അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുന്നവരാണ്. അങ്ങനെ ഈ ജീവിതം കൊണ്ട് തന്നെ വേസ്റ്റ് ആയവരൊക്കെ കത്തിക്കാൻ നരകം സംവിധാനിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ദുരന്തങ്ങൾക്കും പ്രയാസങ്ങൾക്കും ക്ഷമയ്ക്കുമൊക്കെ ഒരു തീരം, ഒരു ലക്ഷ്യം കണ്ടെത്താനാവും. ഏതവസരത്തിലും ക്ഷമയോ അവലംബിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൽ തവക്കുലാക്കി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായിട്ടുള്ളത്. സൂറത്ത് തൂറിന്റെ 52-ാമത്തെ സൂറത്തിലെ 48-ാം വചനം പറയുന്നത്, അതിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു, വസ്ബിർ ലിഹുക്മി റബ്ബിക്, നിന്റെ രക്ഷിതാവിന്റെ തീരുമാനത്തിന് വേണ്ടി നീ ക്ഷമാപൂർവം കാത്തിരിക്കുക, അല്ലെങ്കിൽ ആ തീരുമാനത്തെ നീ ക്ഷമാപൂർവം സ്വീകരിക്കുക എന്നും അതിനർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. മറ്റൊരിടത്ത് തീർച്ചയായും നീ നമ്മുടെ ദൃഷ്ടിയിലാകുന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടിയിലാണ് സദാ നമ്മളുള്ളത്. ഇത് ഒരേ സമയം നമുക്ക് ഒരു ആശ്വാസവചനമാണ്, എന്നാൽ അതേസമയം നമ്മെ നേരെ നടത്തുന്ന ഒരു ഉത്ബോധനവുമാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് സൂറത്ത് അൽ ബഖറയിലെയാണ്. ഇതാണ് വലനബ്ലുവന്നക്കും എന്ന് തുടങ്ങുന്ന ആ ആയത്തിൽ കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നൊക്കെ
ഉള്ള സംഭവങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ക്ഷമ അവലംബിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് മുസീബത്ത് ബാധിക്കുമ്പോൾ അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. നമ്മൾ സാധാരണ ഒരു അപകടം കേൾക്കുമ്പോൾ, ഒരു മരം കേൾക്കുമ്പോഴൊക്കെ പറയാറുള്ളതാണ് അത്. സാധാരണ ഒരാൾ മരിച്ചാൽ എന്താ പറയാ, അള്ളാഹുവിന് പുറത്തു കൊടുക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് വരേണ്ടത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കൽപ്പിച്ചത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം അള്ളാഹുവിൽ നിന്നാണ്, അവങ്കലേക്ക് തന്നെയാണ് നമ്മൾ മടക്കപ്പെടുന്നത് എന്ന് ഒരു സ്വയം തിരിച്ചറിവാണ്. ഇതും മാനസികമായ ഒരു ഉൾക്കരുത്ത് പ്രദാനം ചെയ്യുന്നതും ലക്ഷ്യം ഏതാണെന്ന് നമ്മളെ ഉറപ്പിക്കുന്നതുമാണ്. ഈ ആയത്താണ് ലിയോ പോൾവേസ് എന്ന പേരിൽ പണ്ടറിയപ്പെട്ടിരുന്ന മുഹമ്മദ് അസദ് എന്ന ഇസ്ലാമായ ശേഷം അറിയപ്പെട്ടിരുന്ന ഒരു വിഖ്യാത പണ്ഡിതൻ ഈ ആയത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ റോഡ് ടു മക്ക എന്ന കൃതിയിൽ പറയുന്നുണ്ട്. മരുഭൂമിയിലൂടെ യാത്രയാവുകയാണ് അദ്ദേഹം. അപ്പൊ മരുഭൂമിയിലൂടെ യാത്ര നമുക്കറിയാം, പണ്ടാണ്, ഇപ്പോഴത്തെ സംവിധാനങ്ങളൊന്നുമില്ല. മരുഭൂമിയുടെ സ്വഭാവം നിങ്ങൾക്കറിയാം. ഒരു കാറ്റടിച്ചാൽ അവിടെയുള്ള കുന്നുകൾ സമതല പ്രദേശങ്ങളാവും. സമതല പ്രദേശങ്ങൾ കുന്നുകളാവും. ഒരു കല്ലുണ്ടായാൽ മതി, അതിലെ ഒരു കാറ്റടിക്കുമ്പോൾ അവിടെ മണൽ കൂടി അവിടെ കുന്നാവും. എവിടെ നിന്നാണ് താൻ വന്നത്, എങ്ങോട്ടാണ് ഞാൻ ഇനി പോവേണ്ടത് എന്നറിയാതെ, ദിക്കറിയാതെ വിവശനായി നാലാ ഭാഗത്തേക്കും ആവുന്നത്ര നടന്നു നോക്കി അവസാനം മുഹമ്മദ് അസദ് ഒന്നിനും കഴിയാതെ തളർന്നിരുന്നു കൊണ്ട് തൻ്റെ കയ്യിലുള്ള തോക്ക് നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് കാഞ്ചി വലിക്കാൻ ആയാസപ്പെടുമ്പോഴാണ് ഈ ആയത്ത് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ വന്നത്. ചില വിഭവ നഷ്ടങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ക്ഷമിക്കുക. അവിടെ നിന്നാണ് അദ്ദേഹം, ആ ആയത്തിന്റെ ഊർജത്തിലാണ് അദ്ദേഹം പിന്നീട് വഴി കണ്ടെത്തുന്നതും മുന്നോട്ട് പോകുന്നതുമൊക്കെ. ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിന് ഒരു വ്യവസ്ഥ ഉണ്ടെന്ന് ദൈവവിശ്വാസികളും ദൈവമില്ല എന്ന് പറയുന്നവരുമൊക്കെ വിശ്വസിക്കുന്നു. ഇവിടെ ജീവിതമുണ്ട്, അതുപോലെ മരണവുമുണ്ട്. ഈ ലോകത്തിന് നാശമുണ്ട്, ഇവിടെ ഉരുൾപൊട്ടലുണ്ട്, പേമാരിയുണ്ട്, വെള്ളപ്പൊക്കമുണ്ട്, പൊട്ടിത്തെറികളുണ്ട്, ഭൂകമ്പങ്ങളുണ്ട്. നമ്മളറിയാത്ത വനാന്തരങ്ങളിൽ പോലും പലപ്പോഴും ഭൂകമ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ ഒരു സംവിധാനമാണ് എന്ന് വിശ്വാസികൾ പറയുമ്പോൾ അതിലൊരു റാഹത്തുണ്ട്, ഒരു മനക്കരുത്തുണ്ട്. എന്നാൽ ഒരു ദൈവവിശ്വാസി അല്ലാത്ത ആളുകൾ എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുക? പ്രകൃതിയുടെ വികൃതിയാണെന്നാണോ? പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണെന്നാണോ? ഖുർആൻ ഇങ്ങനെയുള്ള സംവിധാനിച്ച ഭൂമിയിൽ ജീവിക്കുന്നതിന് കൃത്യമായ ഒരു ലക്ഷ്യം അടയാളപ്പെടുത്തുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അവനാണ് മരണം സൃഷ്ടിച്ചത്, ജീവിതവും. ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി. കോടാനുകോടി ഗോളങ്ങൾ, ആയിരക്കണക്കിന് ഗാലക്സികൾ ഇവിടെയുണ്ട് എന്ന് നമുക്കറിയാം. ഏറ്റവും ചെറിയ ഗാലക്സിയിൽ പോലും 1000 കോടി നക്ഷത്രങ്ങളുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ ഗാലക്സിയിലാണെങ്കിൽ അത് 1,00,000 കോടി നക്ഷത്രങ്ങളാണ്. ഇതിൽ ഒരു ഗാലക്സിയിൽ, മിൽക്കി വേ എന്ന് പറയുന്ന സൗരയൂഥത്തിൽ ഒരു ബിന്ദു പോലെയാണ് ഭൂമി. ആ ഭൂമി തന്നെ നമ്മളെയുമായി, നമ്മുടെ കെട്ടിടങ്ങളും വീടുകളുമായി മണിക്കൂറിൽ 1600 കിലോമീറ്റർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, സ്വയം ഭ്രമണം ചെയ്യും. അതേസമയം 1,07,000 കിലോമീറ്റർ മണിക്കൂറിൽ സ്പീഡിൽ അത് സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭൂഗോളമെന്ന, ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂഗോളമെന്ന ബോളിന്റെ മുകളിൽ, പുറംതൊലിയിൽ നമ്മൾ ഇതൊന്നും അറിയാതെ ജീവിക്കുന്നു. ഉള്ളിൽ തിരച്ചുമറിയുന്ന ലാവകളുണ്ട്, തെളിനീരുറവുകളുണ്ട്, പാറകളുണ്ട്, ഖനിജങ്ങളുണ്ട്, ഭൂഗർഭജലമുണ്ട്. ഇല്ലെങ്കിൽ
ഇങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദമുള്ള, അതീവ സമ്മർദ്ദമുള്ള ഭൂമിയുടെ അകത്തളം, അതിൻ്റെ പുറത്ത് നമ്മൾ ഒന്നും അറിയാതെ ജീവിക്കുന്നു. അതിനിടയ്ക്ക് ഈ സമ്മർദ്ദങ്ങളെല്ലാം ഏതെങ്കിലും സ്ഥലത്ത്, ദുർബലമായ സ്ഥലത്ത് കൂടി അഗ്നിപർവ്വതമായി പൊട്ടുന്നു. അതിനെക്കുറിച്ച് പഠിച്ച സയൻസ് പറയുന്നത് അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമി ഒന്നാകെ പൊട്ടിത്തെറിക്കുമായിരുന്നു എന്നാണ്. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത ഒരുപാട് വ്യവസ്ഥകൾ, സംവിധാനങ്ങൾ, കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. 10 ലക്ഷം വലുപ്പമുള്ള 10 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനാവുന്ന വലുപ്പമുള്ള സൂര്യനാണ് നമുക്ക് പ്രഭ ചൊരിയുന്നത്. ഓരോ സെക്കൻഡിലും 600 ബില്യൺ ആറ്റം ബോംബുകൾക്ക് 600 ബില്യൺ ആറ്റം ബോംബുകൾക്ക് തുല്യമായ പവർ, എനർജി സൂര്യൻ പുറത്തുവിടുന്നു എന്നാണ്. ഹീലിയം, ഹൈഡ്രജൻ, നമ്മൾ അതിനെ പഠിച്ചിട്ടുണ്ട്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന. ഇങ്ങനെ നോക്കിയാൽ ഏത് സ്ഥലത്ത് നോക്കിയാലും നമുക്ക് വ്യാഖ്യാനിച്ച് ഒപ്പിക്കാനാവാത്ത ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും, ഒന്ന് ശ്വാസം വലിക്കുമ്പോൾ എത്ര ലക്ഷം അണുക്കളാണ്, രോഗകാരണമായേക്കാവുന്ന അണുക്കളാണ്, ബാക്ടീരിയകളാണ് നമ്മുടെ ഉള്ളിലെത്തുന്നത്. എന്നിട്ടും നമ്മൾ സുരക്ഷിതരായി ജീവിക്കുന്നു. ഇങ്ങനെ ഇതിനെക്കുറിച്ച് ബിയോണ്ട് അവർ കൺട്രോൾ എന്നാണ് ദൈവത്തിൽ വിശ്വസിക്കാവുന്ന ഒരാള് അതിനെക്കുറിച്ച്. നമ്മുടെ കൺട്രോളിലല്ല ഇതൊന്നും. എല്ലാറ്റിൻ്റെയും യുക്തി നമുക്ക് മനസ്സിലാവില്ല, ചിലത് വൈകി മാത്രം മനസ്സിലാവും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കൺട്രോളിലാണെന്ന് തിരിച്ചറിയുകയും അവനൊരു പാരസ്പര്യം ഇവിടെ ഇതിനൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് ഇതിൻ്റെ ആ പാരസ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ കർത്തവ്യം. അങ്ങനെ അള്ളാഹുവിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിച്ച് മതിയായ ഉൾക്കാഴ്ചകളോടുകൂടി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അൽദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഉണർത്തുകയാണ്. നമ്മൾ ഈ ഭൂമിയുടെ പാരസ്പര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. വിദ്യാർത്ഥികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ഫുഡ് സൈക്കിളിനെ കുറിച്ച് അല്ലെങ്കിൽ ലൈഫ് സൈക്കിളിനെ കുറിച്ചൊക്കെ അടയാളപ്പെടുത്തി ചിത്രം വരച്ച് പഠിക്കാറുണ്ട്, ഇങ്ങനെ ഏരോ മാർക്കിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമാകുന്നതാണ് എന്ന് നമ്മൾ സാധാരണ ഉദാഹരണം പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ജീവിതം പോലെ ചിലതിൻ്റെ മരണവും കാരുണ്യമാണ്. വളരെ കൗതുകകരമായ ഒരു ഉദാഹരണമുണ്ട്. ഒരു നാട്ടില് മഞ്ഞപ്പിത്തം ബാധിച്ചു. എല്ലാവരും പരക്കെ മഞ്ഞപ്പിത്തം, ആശുപത്രികൾ നിറഞ്ഞു. അങ്ങനെ ഗവൺമെന്റ് പരിശോധിച്ച് നോക്കിയപ്പോൾ ആളുകളിൽ പ്രോട്ടീൻ്റെ കുറവാണ് ഇതിന് കാരണമായി കണ്ടെത്തിയത്. എങ്ങനെയാണ് ആളുകളിൽ നിന്നൊക്കെ ഈ പ്രോട്ടീൻ ഇല്ലാതായത് എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അവർ സാധാരണ കഴിക്കുന്ന നമ്മളെ മത്തി പോലെയുള്ള, തിലോപ്പി പോലെയുള്ള ഒരു മത്സ്യമുണ്ടായിരുന്നു ആ നാട്ടിൽ, സുലഭമായി ലഭിക്കുന്ന. അതിൻ്റെ അളവ് വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. അതെന്തുകൊണ്ട് എന്ന് പഠിച്ചപ്പോൾ അത് ഒരു തരം പായലിന്റെ അടിയിലായിരുന്നു അതിന്റെ ആവാസ വ്യവസ്ഥ അത് വളർന്നിരുന്നത്. ആ പായൽ നശിച്ചു പോയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് പഠിച്ചു നോക്കിയപ്പോഴാണ് കണ്ടാമൃഗത്തിന്റെ ചാണകത്തിൽ നിന്നായിരുന്നു ഈ പായൽ വളർന്നിരുന്നത്. അതായിരുന്നു അത് വളമാക്കി ഉപയോഗിച്ചിരുന്നത് എന്നാണ് പഠനത്തിലൂടെ മനസ്സിലായത്. എങ്ങനെ കണ്ടാമൃഗം എങ്ങനെ ഇല്ലാതായി എന്ന് ചോദിച്ചപ്പോൾ അത് ഗവൺമെന്റ് തന്നെ കൃഷിനാശം വരുത്തിയപ്പോൾ, വല്ലാതെ കൃഷി ഇടങ്ങളിലിറങ്ങി കൃഷി നശിപ്പിച്ചു തുടങ്ങിയപ്പോൾ കണ്ടാമൃഗങ്ങളെ ഒന്നിച്ചു വെടിവെച്ചു കൊല്ലാൻ ഗവൺമെന്റ് ഉത്തരവിട്ടതാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറയല്ലോ, തവളയെ നശിപ്പിച്ചാൽ കൊതുകുകൾ പെരുകും. ഇങ്ങനെ ആഫ്രിക്കയിൽ ഒരു 10-15 കിലോ വലിപ്പമുള്ള ഒരു പക്ഷിയെ കുറിച്ച് പറയാറുണ്ട്. അതിന്റെ കാഷ്ടം വളമായ ഒരു മരം, ആ പക്ഷിയെ മനുഷ്യൻ പിടിച്ചു
തിന്നൽ തുടങ്ങിയപ്പോൾ ആ മരങ്ങൾ ഉണങ്ങിപ്പോയി എന്ന്. ഇങ്ങനെ പാരസ്പര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതിനാണ് ഇത് സൂചിപ്പിച്ചത്. ഇതിന് വിഘ്നം സംഭവിച്ചാൽ ദുരിതങ്ങൾ വന്ന് ഭവിക്കുകയോ ചെയ്യുമെന്ന് നമ്മുടെ മനുഷ്യബുദ്ധിയും പറയുന്നുണ്ട്. മനുഷ്യനെ മൊത്തം ഒരു ഏകകമായി കാണുകയാണെങ്കിൽ പ്രപഞ്ചനാഥൻ ഇവിടെ ഒരുക്കിയ അല്ലാതെ ഒരു മനുഷ്യൻ എപ്പോഴും മരിക്കും. ആ മനുഷ്യൻ എപ്പോൾ മരിക്കുമെന്നും ഒരു നക്ഷത്രം എപ്പോൾ നശിക്കുമെന്നൊന്നും നമുക്ക് കണക്കാക്കാനാവില്ല. അതിനൊക്കെ ഇവിടെ സംവിധാനങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ കാരണങ്ങളുണ്ട്. സമുദ്രത്തിൽ പോലും പർവ്വതങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഭൂമിയുടെ പാരസ്പര്യം അള്ളാഹു നിലനിർത്തിയിട്ടുണ്ട്. മരിക്കുന്ന ചില ആളുകൾ കൊച്ചുപ്രായത്തിൽ മരിക്കും, അല്ലാത്തവർ ചിലർ അപകടം സംഭവിച്ചു മരിക്കും, വാർദ്ധക്യത്തിൽ മരിക്കും, രോഗം നിർണയിച്ച് മരിക്കും. ഒരു വീട്ടിൽ ഒരാൾ മരിച്ചു പോവുകയാണെങ്കിൽ അത് സ്വാഭാവികമാണെന്ന് നമ്മൾ പറയും. എന്നാൽ ഒന്നിച്ച് ഒരു നാട്ടിലുള്ളവർ മരിക്കും, ഒരു വീട്ടിലുള്ളവർ മരിക്കുമ്പോൾ അത് നമ്മളെ നടുക്കുന്ന ഒരു ഓർമ്മയാകും. ഇതിലൊക്കെ അള്ളാഹുവിന്റെ യുക്തിയും അവന്റെ ഹിക്മത്തും അവന്റെ നീതിയും നിർണയവും ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് കരണീയമായിട്ടുള്ളത്. അള്ളാഹു കാരുണ്യവാനല്ലേ എന്നാണ് ചോദ്യം. അള്ളാഹു കാരുണ്യവാനാണ്, അതിനോടൊപ്പം അള്ളാഹു നീതിമാനാണ്. ഇവിടെ നീതി നടപ്പാക്കേണ്ടതുണ്ട്. അള്ളാഹു യുക്തിമാനാണ്. നമുക്കറിയാത്ത ചില യുക്തികൾ അള്ളാഹു കാണുന്നുണ്ട്. ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി ഒരു താൽക്കാലിക വാസസ്ഥലമാണ്. ജീവിതം മരണാനന്തരമുള്ള ഒരു അനശ്വരമായ അവസ്ഥ കൂടി ഉൾപ്പെട്ടതാണ്. ഇവിടെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എല്ലാം കൂടെ സാധിക്കില്ല. ഇവിടെ നമ്മൾ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, ക്ലേശം സഹിക്കേണ്ട അവസ്ഥയോടുകൂടി തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. വഇന്ന ദാറൽ ആഖിറതി ലഹിയൽ ഹയവാൻ, എന്നാൽ പരലോകത്താണ് യഥാർത്ഥ ജീവിതം. ഇവിടെ ഒരു പരദേശിയെ പോലെ ജീവിക്കാനാണ്, അല്ലെങ്കിൽ ഒരു പ്രവാസിയെ പോലെ ജീവിക്കാനാണ്, ഒരു വിരുന്നുകാരനെ പോലെ ജീവിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുൽ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിലുസ് സബീൽ. കുൽ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിലുസ് സബീൽ. നീ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കുക, അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെ. ഇവിടെയുള്ള അങ്ങനെയുണ്ടാകുമ്പോൾ ഇവിടെയുള്ള ചെറിയ പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെടില്ല. നമ്മുടെ ആഗ്രഹം, നമ്മുടെ ലക്ഷ്യമൊക്കെ എത്തിച്ചേരാനുള്ള ഇടമാണ് ഇവിടെ താൽക്കാലികമായുള്ള ഒരു വാസസ്ഥലം. ഇവിടെയുള്ള ചെറിയ കിടക്കാനുള്ള പ്രയാസങ്ങൾ, ജീവിക്കാനുള്ള പ്രയാസങ്ങൾ, ഇതൊന്നും നമ്മെ ബാധിക്കേണ്ടതില്ല. ഇങ്ങനെ പരീക്ഷണങ്ങളായ ചിലത് നമ്മെ യഥാർത്ഥ മുത്തഖികളായി, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി, ശാശ്വതമായ ഒരു ലോകത്തേക്ക് വിജയികളാക്കി തീർക്കാനുള്ള പ്രയാസങ്ങളാണ് നമ്മളെ ഇവിടെ അനുഭവിപ്പിക്കുന്നത് എന്ന് ക്ഷമിക്കുകയെ നമ്മെ സംബന്ധിച്ചോളം നിർവാഹമുള്ളൂ. ഇത് വിശ്വസിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്തരം കിട്ടാത്ത പ്രഹേളിക തന്നെയാണ്. പക്ഷേ അവർ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് വെള്ളം കലക്കി അതിൽ നിന്ന് എന്തെങ്കിലും തനിക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ ലക്ഷ്യം പരലോകമാണ്, ജീവിതം പരലോകമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ സംവിധാനങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, എന്നാൽ എല്ലാ അർത്ഥത്തിലും ബോധത്തോടെ പ്രവർത്തിച്ചുകൊണ്ട് വിജയികളായി തീരാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.